ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ചഞ്ചു. അപ്പം ഞങ്ങൾ ഒരിടത്ത് പോകാൻ വേണ്ടി റെഡി ആവുകയാണേ. എവിടെയാണ് പോണേന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ എൻ്റെ അക്കൗണ്ട് ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മറക്കാതെ തന്നെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെക്കേഷൻ തൊട്ട് പറയാണ് എനിക്ക് ഇന്നത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അന്ന് ആ സാഹചര്യത്തിൽ ആൾക്ക് ഏജ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തപ്പോൾ പോയി തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ അന്ന് തുടങ്ങിയ ആൾക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം ഭയങ്കര മടിയാണ് പോകാനായിട്ട്. എനിക്ക് പോകണ്ട, മഴയൊക്കെ കാരണം കൊണ്ട് ബസ്സിൽ ഭയങ്കര തിരക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് വരാനായിട്ട് ഭയങ്കര മടിയാണ്. പക്ഷെ ഇന്ന് ഭയങ്കര സന്തോഷം. എനിക്ക് പോയേ പറ്റുള്ളൂ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എനിറ്റപ്പോൾ തുടങ്ങിയാണ് സമയം എത്രയായി, നമുക്ക് പോകണ്ടേ, ഈ വക ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിതേ റെഡിയായി എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ബസ് കയറാൻ വേണ്ടി കുറച്ച് ദൂരമുണ്ട്. അപ്പൊ അവിടേക്ക് ഞങ്ങൾ നടക്കുകയാണ്. ഇനി ബസ് കയറിയിട്ട് ആ സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. കണ്ടോ, നല്ല വെയിലുണ്ട്. ഇപ്പോൾ നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി നിപ്പായിട്ടോ. ഒരു 10-20 മിനിറ്റോളായിട്ട് അവിടെ നിൽക്കണത്. ഒരു ഒറ്റ ബസ് പോലും കാണാനില്ല. അപ്പൊ ബസ്സൊക്കെ കിട്ടി ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അവിടെ ഞങ്ങൾ നടക്കുകയാണ്. കുഞ്ഞൂസിനപ്പം നേരത്തെ തടന്ന് ഭയങ്കര വാശിയാന്ന് തോന്നുന്നുണ്ട്. എന്നെയൊക്കെ മുമ്പിട്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി നിന്ന് ഓരോന്ന് പൂവൊട്ടിക്കലായാലും താഴെ കിടക്കുന്ന വടിയായാലും അങ്ങനെ എടുത്തിട്ടൊക്കെ ഉള്ള ഒരു നടത്തുമായിരുന്നു ആളുടേത്. ഇന്നെന്താണെന്നറിയില്ല, എന്നെയും കൂടി വേണ്ടാന്ന് തോന്നുന്നുണ്ട്. ആ ഒരു നടത്തമാണ് നടക്കണത്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് അമ്മേതേ അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളാണ്. ഈ ഒരു സ്ഥലത്ത് മാത്രം അവൾ എല്ലാ ദിവസവും നിൽക്കൂട്ടോ. കാരണം ഇതിനകത്ത് നിറയെ മീനുണ്ട്. ആ മീനുകളൊക്കെ നോക്കിയിട്ട് അവള് പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലം എത്തി. ഇതാണ് കുന്നത്ത് കളരി. അവള് ഇവിടെ കളരിക്കാണ് കേട്ടോ പഠിക്കണത്. അപ്പോ കളരിക്കാണ്. എല്ലാ ദിവസവും ഇല്ല, ഒന്നരാടം വെച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വൈകിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാവാറ്. വൈകുന്നേരം ഒരു 5 മണിക്ക് തുടങ്ങി ഒരു 6 മണി ആ ബാച്ചിലാണ് ഇവളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതേ ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ ചെല്ലണ സമയത്ത് ഒരാളും വന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ 2 കുട്ടികൾ മാത്രം. അതും ഇതിൻ്റെ ഇത് ഓപ്പൺ ആക്കിയിട്ടും കൂടി ഉണ്ടായില്ല. അതിന്റെ മാസ്റ്ററോ കാര്യങ്ങളോ ആരും വന്നിട്ടുണ്ടായില്ല. ഈ രണ്ട് പിള്ളേര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളവിടെ നിപ്പായി. പിന്നെ അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. കാരണം വന്നപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു. അപ്പൊ ആ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന ടൈമിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഒരു മഴയുടെ ഒരു ആരംഭം. അപ്പോൾ അതിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇത്രയും ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.